ഇന്ന് രാവിലെ ഞാൻ ഒറോട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒറോട്ടിയും അതുപോലെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. സജീവേട്ടനും പൊന്നും കൂടെ ഇന്ന് അടുക്കളയിൽ ഇരുന്ന് തന്നെയായിരുന്നു ചായയൊക്കെ കുടിച്ചത്. എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, പിന്നെ പൊന്നുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒറോട്ടി. അവൾ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരും, അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറേ നാളായിട്ട് ഒറോട്ടി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് ഒറോട്ടി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞങ്ങളൊരു ഉച്ചയാവാറായപ്പോഴത്തേനും ഒന്ന് എടപ്പാശ്ശേരി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ കുറേ ദിവസമായി പോയിട്ട്, പിന്നെ മാത്രമല്ല നല്ല മഴ കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ പോകാനിങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ നിമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ഇന്ന് പോയിട്ട് വന്നാലോ. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കണ്ണൻ ഇന്ന് നടന്നിട്ടാട്ടോ വന്നത്. കുറച്ച് ദൂരം മാത്രമേ അവൾ എടുക്കേണ്ടി വന്നുള്ളൂ, ബാക്കിയൊക്കെ അവൾ നടന്നു. ഞങ്ങൾ മഴയില്ലാത്തത് കാരണം ഓട്ടോ വിളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നിട്ടാട്ടോ വന്നേ. അപ്പോൾ അങ്ങനെ എടപ്പാശ്ശേരി വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഇന്ന് ഷീലേച്ചിനെയും കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ദൂരത്തായത് കാരണം എല്ലാവരും അങ്ങനെ വീടിനടുത്തുള്ളവരൊന്നും കാണാനൊന്നും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഷീലേച്ചിനെയും കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വഞ്ചേച്ചീൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഏട്ടന് കൊടുക്കാൻ വേണ്ടി കണ്ണൻ ലേസും ബിസ്ക്കറ്റൊക്കെ കയ്യിൽ പിടിച്ചോണ്ടാട്ടോ നടക്കുന്നത്. അപ്പോൾ നിമ്മീൻ്റെ കയ്യിൽ കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ വഞ്ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷീലേച്ചി പറഞ്ഞു ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. കണ്ണൻ്റെ അടുത്ത് വരുന്നോന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം വിചാരിച്ചത് ഞങ്ങളും കൂടെ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടെ പോകാൻ നിന്നു കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ പോകുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ പുറകോട്ടേക്ക് അടിച്ചു. അതെന്നാടാ? വാവനെ നോക്ക്, വാവനെ നോക്കുന്നുണ്ടോലും പൂച്ച. ഏതാ വാവ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വഞ്ചേച്ചി എന്തൊക്കെയോ കണ്ണന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവൾക്ക് വേണ്ട കേട്ടോ. അവളുടെ കണ്ണിൽ ഈ ഒരു കാര്യം പെട്ടതുകൊണ്ട് ഇതിങ്ങനെ കുമിളയാക്കി വിടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അതും കൊണ്ട് ഇങ്ങനെ കളിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ സുജേച്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ. സുജേച്ചി എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയിട്ടായിരുന്നു ഉള്ളത്. അതുകൊണ്ട് സുജേച്ചി വന്നിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോന് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ചെറിയൊരു മഴക്കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴാണ് കണ്ണൻ പേരക്ക വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിമ്മി അവൾക്ക് പേരക്കൊക്കെ പറിച്ചു കൊടുത്തു. പക്ഷേ ചള്ളായിരുന്നു കേട്ടോ, അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ ആദ്യമായിട്ടാട്ടോ പേരക്ക കഴിക്കുന്നത്. അങ്ങനെ സുജേച്ചി വന്നപ്പോൾ സജീഷും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്തും കൂടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ ഓട്ടോ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.